കടി മൂത്ത കുറെ കഴപ്പന്മാര്. അവർക്കാണ് നിങ്ങളുടെ കാല് കാണാൻ ഇത്രയും ആഗ്രഹം. കാലും വയറും തുടയും മുലയും ഒക്കെ യഥേഷ്ടം കാണിച്ചു കൊടുക്കപ്പെടും. അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പിച്ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അപ്പൊ അന്നേരം രേണുസുദിന്റെ മറുപടി എന്താണ്? യാ ആക്കാം. ഐ എം ഇൻ UK now. How much you will suggest? എന്നിട്ട് കണ്ടോളൂ, രേണു ചേച്ചി തോടെ കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് മൂപ്പര് അതിന് ഉമ്മ വെക്കുന്ന സ്മൈലീസോ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. രേണു ചേച്ചി അതിന് ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താണ്? എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ഉഫ്. അപ്പൊ അതിന് രേണു ചേച്ചിയുടെ മറുപടി ഒക്കെ നിങ്ങള് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്ത് വേണം? എന്തായാലും രേണു ചേച്ചി സബ്സ്ക്രിപ്ഷനുള്ള ആളുകൾക്ക് ഫുൾ തൊട കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്. അത് ഈ ചാറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എവിടെ വരെ എത്തി കാര്യങ്ങളൊന്ന് നോക്കി നിങ്ങൾ. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത് മകളെ. നിനക്ക് ഇത് തന്നെയാണോ പണി? ഏതൊരു ഞരമ്പര് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് രേണുസുതിയോട് ചോദിക്കുന്നു. റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ രേണു പറയുന്നു മാനേജറെ കോൺടാക്ട് ചെയ്തോളാൻ, ഡയറക്റ്റ് ഡീലില്ല. മാനേജർ വഴിയാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. ആൾ കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഈ ചാറ്റിലൊന്നും ഉള്ളതല്ല മക്കളെ, ഇതിനും വലുത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഷെഫീന ബീവി പറയുന്നത്. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. എല്ലാം കൂടി പുറത്തു വിട്ട പിന്നെ രേണു ചേച്ചിനെ എടുക്കാനുണ്ടാവില്ല. ഇപ്പൊ പുറത്തു വിട്ട ചാറ്റൊക്കെ ചെറുത്, ഇതിനും വീര്യം കൂടിയ സാധനം കയ്യിലുണ്ട്. അതായത് നൂഡിറ്റി വരെ തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഷെഫീന ബീവി പറയുന്നത്. ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാറ്റിൽ തന്നെ നിങ്ങൾ കണ്ടില്ല, സ്വന്തം കാറിന്റെ ഫോട്ടോ ഒക്കെയാണ് ചേച്ചി എടുത്ത് സ്റ്റോറി ഇടുന്നത്. എല്ലാവർക്കും വേണ്ടിയല്ല കേട്ടോ, സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി മാത്രം. മാർക്കറ്റിൽ രേണുസുദിന്റെ കാലിന് നല്ല ഡിമാൻഡാണ് പോലും. കാലിന്റെ വീഡിയോസ് ഇത് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില ബ്ലോഗേഴ്സ് എടുത്ത് ഇടുന്നുണ്ട്. ഒരാളിന്റെ വൃത്തി അയാളുടെ കാലിൽ നിന്നറിയാം. പല പ്രേമങ്ങളും തുടങ്ങുന്നത് തന്നെ കാലിൽ നിന്നല്ലേ. വഴിയിലെങ്ങാനും കമ്പയിൽ തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? ഞരമ്പന്മാര്, അങ്ങനെ പറ. കടി മൂത്ത കുറെ കഴപ്പന്മാര്. അവർക്കാണ് നിങ്ങളുടെ കാല് കാണാൻ ഇത്രയും ആഗ്രഹം. എന്നാലും അവന്റെ ഒക്കെ ഒരു നിലവാരമാണ് ഞാൻ ആലോചിക്കുന്നത്. രേണുവിന്റെ കാല് കണ്ടാൽ അവനൊക്കെ സമാധാനം പൊന്തത്തുള്ളൂ പോലും. കളിയാക്കാതെ, ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഓർമ്മ എനിക്കുണ്ട്. ഇപ്പൊ അതാ ഓൺലൈൻ വഴി ശരീര വിൽപ്പനവും തുടങ്ങി. കാലും വയറും തുടയും മുലയും ഒക്കെ യഥേഷ്ടം കാണിച്ചു കൊടുക്കപ്പെടും. വെറും 189 രൂപ കൊടുത്താൽ മാത്രം മതി. ഇനി അതും പോരാ, നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാനേജർ കോൺടാക്ട് ചെയ്തോളി, എല്ലാം സെറ്റാക്കി തരും. നല്ല സൗന്ദര്യബോധമുള്ള കണ്ണുകളാണ് എന്റേത്. ഒറ്റ നോട്ടത്തിൽ ബ്യൂട്ടി തിരിച്ചറിയും. പൈസ എടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് അവരാവശ്യപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ഓൺലൈൻ വഴി ശരീര വിൽപ്പനയാണ് നടക്കുന്നത്. ഇത്രയും നാണം കെട്ട ഒരു സ്ത്രീ, കേരളത്തിലെ ജനങ്ങളെ ഇത്രത്തോളം പറ്റിച്ച ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. മാംസ കച്ചവടമാണ്. അല്ലാതെ ഈ പരിപാടിയൊക്കെ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കുക? ദാരിദ്ര്യം പിടിച്ച കുറെ ഞരമ്പന്മാരും അവരെ മുതലാക്കാൻ രേണുസുതിയെ പോലുള്ള കുറെ തള്ളകളും. എന്തൊരവസ്ഥയാണ്. എല്ലാവർക്കും സമാധാനമായല്ലോ, എന്നാ കാണാം.